ഹലോ, നമ്മൾ കുറച്ചധികം ദിവസമായി കണ്ടിട്ട് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോയെന്ന് അറിയില്ല. അവസാനം ഞാൻ ഇട്ടത് നമ്മുടെ ഐശ്വര്യയുടെ റിസപ്ഷൻ വ്ളോഗാണ് കേട്ടോ ഇട്ടത്. അപ്പോൾ ഇന്ന് ഐശ്വര്യയുടെ കല്യാണത്തിൻ്റെ വീഡിയോ ആണ്. ഇത് ഞാൻ ഷൂട്ട് ചെയ്ത് വെച്ചിട്ട് കുറേ ദിവസമായി. ഇപ്പോഴാണൊന്ന് വോയിസ് ഓവർ ചെയ്തിടാനുള്ള സമയം കിട്ടിയത്. അപ്പോൾ അതേപോലെ ഞാൻ പറഞ്ഞ സമയത്ത് തന്നെ എത്തിയിട്ടുണ്ട്. നമ്മൾ മേക്കപ്പ് ആർട്ടിസ്റ്റിനൊരു പ്രത്യേകതയുണ്ട്. ആ കല്യാണ മണ്ഡപത്തിൽ ഫസ്റ്റ് എത്തുന്ന വ്യക്തി നമ്മളായിരിക്കും. അതുപോലെ ഞാനും ഫസ്റ്റ് എത്തി കുറച്ചധികം നേരം പോസ്റ്റായി. അപ്പോൾ ഐശ്വര്യയുടെ കാര്യം പറയുകയാണെങ്കിൽ ഐശ്വര്യയ്ക്ക് നമുക്ക് ഒട്ടും ടൈമില്ലായിരുന്നു. കാരണം നമുക്ക് രാവിലെ അമ്പലത്തിൽ പോകുന്ന ഫോട്ടോഷൂട്ടൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഞാൻ ഒത്തിരി ലേറ്റായിട്ടാണ് തുടങ്ങിയത്. ഒരു 7 മണിക്കുള്ളിലെങ്കിലും കിട്ടണം, അവൾക്ക് 10 മണിക്ക് റെഡി ആവണമെന്ന് പറഞ്ഞു. പക്ഷേ നമ്മുടെ ഫോട്ടോഗ്രാഫർ ചേട്ടന്മാരെ അറിയാമല്ലോ, ഒരു സമയത്തിന് വിടില്ല. അങ്ങനെ അവൾ എത്തിയപ്പോൾ തന്നെ 7:30 മണി കഴിഞ്ഞു. പിന്നെ ഡ്രസ്സൊക്കെ ചെയ്ത് മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഏകദേശം 8 മണിയൊക്കെ ആയി. അപ്പോൾ എനിക്ക് അത്യാവശ്യം നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. കാരണം ഞാൻ തന്നെയാണ് ഒറ്റയ്ക്ക് എല്ലാം ചെയ്യുന്നത്, നമുക്ക് ഹെൽപ്പിന് ആരുമില്ല. അപ്പം ഒറ്റയ്ക്ക് കുറഞ്ഞ സമയം കൊണ്ട് അവളെ റെഡിയാക്കി കൊടുക്കുക എന്നുള്ളത് എന്നെ സംബന്ധിച്ച് വലിയൊരു ടാസ്ക് ആയിരുന്നു. പിന്നെ സാരിയൊക്കെ ഞാൻ നേരത്തെ പ്രിപ്പീറ്റ് ചെയ്ത് കൊണ്ടുപോയത് കൊണ്ട് നമുക്ക് കുറച്ച് ടൈം സേവ് ചെയ്യാൻ പറ്റി. അങ്ങനെ ഞങ്ങൾ മേക്കപ്പൊക്കെ സ്റ്റാർട്ട് ചെയ്തായിരുന്നു. സാരി ട്രിപ്പിങ് കഴിഞ്ഞിട്ട് നേരെ ഞാൻ മേക്കപ്പാണ് സ്റ്റാർട്ട് ചെയ്തത്. അത്യാവശ്യം നല്ല സ്പീഡിൽ തന്നെയാണ് ചെയ്തത്. ദൈവം സഹായിച്ച് എനിക്ക് കറക്റ്റ് ടൈമിന് തന്നെ അവളെ റെഡിയാക്കി കൊടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മൾ ഫേസ് മേക്കപ്പ് കഴിഞ്ഞിട്ടുള്ള ലുക്ക് എന്ന് പറയുന്നത്. അവൾക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു എന്ന് എന്നോട് പറഞ്ഞു. പിന്നെ അത് കഴിഞ്ഞ് ഞാൻ നേരെ ഹെയർ സ്റ്റൈൽ ചെയ്തു. പക്ഷേ അതൊന്നും ഷൂട്ട് ചെയ്യാനുള്ള ടൈം കിട്ടിയില്ല. ഇപ്പോൾ ഞാൻ ഫ്ലവർ വെച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ അവളുടെ സാരിക്ക് മാച്ചായിട്ടൊരു ഫ്ലവറും കൂടി ഞാൻ അറേഞ്ച് ചെയ്തതിൻ്റെ കറക്റ്റ് പേര് എനിക്കറിയില്ല. പേരറിയാമെന്നുള്ളവർ കമൻറ്റ് ചെയ്യണേ. അപ്പം നിങ്ങൾക്ക് ഈ ലുക്ക് എങ്ങനെയുണ്ട്, ഇഷ്ടപ്പെട്ടോ എന്നൊക്കെ പറയുക. അപ്പം ഈ ഫ്ലവറും കൂടി ഞാനൊന്ന് വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് ആ ലുക്കിനെ തന്നെ ഭയങ്കരമായിട്ട് എൻഹാൻസ് ചെയ്തു. എനിക്ക് ഭയങ്കരമായിട്ട് പേഴ്സണലി ഇഷ്ടപ്പെട്ടൊരു വർക്കായിരുന്നു. അപ്പോൾ അവൾ എൻ്റെ കൂടെ പഠിച്ചതാണെന്ന് ഞാൻ മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ഞാൻ വിചാരിച്ചതിലും നന്നായിട്ട് ഹെയർ സ്റ്റൈലും മേക്കപ്പൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അവൾക്കും നന്നായിട്ട് ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞു. നിങ്ങൾ ഈ ലുക്ക് കണ്ടിട്ട് എങ്ങനെയുണ്ടെന്നുള്ളത് കമൻസിൽ അറിയിക്കും. പിന്നെ എന്തെങ്കിലും വർക്ക് എൻക്വയറീസ് ഉണ്ടെങ്കിൽ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിലൊന്ന് ജസ്റ്റ് വാട്സപ്പ് മെസ്സേജ് അയക്കണേ. കോള് വിളിച്ചാക്കിയിട്ടില്ല, അതുകൊണ്ടാണ് വാട്സപ്പ് ചെയ്യാൻ പറയുന്നത്. അങ്ങനെ അവളെ റെഡിയാക്കി കഴിഞ്ഞാൽ കറക്റ്റ് ടൈമിൽ നമ്മുടെ ഫോട്ടോഗ്രാഫർ ചേട്ടന്മാർ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവൾ ഫോട്ടോ എടുക്കാൻ പോയി. ആ ഗ്യാപ്പ് കൊണ്ട് ഞാനൊന്ന് ജസ്റ്റ് റെഡിയായി. ഞാൻ രാവിലെ സാരിയൊക്കെ കൊടുത്തിട്ടാണ് പോയത്. കാരണം എൻ്റെ ഫ്രണ്ടിൻ്റെ കല്യാണമാണല്ലോ, നമ്മൾ രാവിലെ ഇരുന്ന് കോലത്തിൽ പോകാൻ പറ്റില്ല. അപ്പോൾ ഞാൻ പെട്ടെന്നൊന്ന് ഹെയർ സ്റ്റൈലൊക്കെ ചെയ്ത് ജസ്റ്റ് ഒന്ന് ടച്ചപ്പൊക്കെ ചെയ്തിട്ട് ഇരുന്നപ്പോഴാണ് നമ്മുടെ ബ്രൈഡിൻ്റെ അമ്മ, അതായത് അവളുടെ അമ്മ ആൻറ്റി, നമുക്ക് ബിസ്ക്കറ്റൊക്കെ ആയിട്ട് വന്നത്. കാരണം രാവിലെ തൊട്ട് ഞാനൊന്നും കഴിച്ചിട്ടില്ലായിരുന്നു. അങ്ങനെ എന്തോ കാര്യമായിട്ട് ആലോചിച്ച് ഞാനിരുന്ന് കഴിക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് നമ്മുടെ കല്യാണമൊക്കെ മംഗളമായിട്ട് നടന്നതിൻ്റെ വീഡിയോ എനിക്ക് എടുക്കാൻ പറ്റിയില്ല. പിന്നെ നേരെ നമ്മൾ ഫുഡ് അടിക്കാൻ കയറി. നല്ല അടിപൊളി സദ്യയായിരുന്നു കേട്ടോ. പക്ഷേ അവസാനം ആയതുകൊണ്ട് ബോളിയൊന്നും കിട്ടിയില്ല. പക്ഷേ സാരില്ല, നല്ല സദ്യയായിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ നേരെ പോയത് നമ്മുടെ ഗ്രൂമിൻ്റെ വീട്ടിലേക്കാണ്. കാരണം അവിടുത്തെ റിസപ്ഷൻ വർക്കും അവൾ എനിക്ക് തന്നെയാണ് തന്നത്. താങ്ക് യു ഐശ്വര്യ. അപ്പം ഞാൻ അവിടുത്തെ വിശേഷമായിട്ട് അടുത്ത വീഡിയോയിൽ വരുന്നതായിരിക്കും കുറച്ചും കൂടി ബെറ്റർ. കാരണം ഇത് തന്നെ അത്യാവശ്യം നല്ല ലോങ് ആയെന്ന് തോന്നുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നമുക്ക് അടുത്ത വിശേഷങ്ങളായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.